എല്ലാവരെയും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ റീപ്രൊഡക്ഷൻ്റെ ഇൻട്രൊഡക്ഷനും അതേപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും തമ്മിലുള്ള വ്യത്യാസങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്നും അത് ഇഷ്ടപ്പെട്ട് കാണുമെന്നും വിശ്വസിക്കുന്നു. എൻ്റെ ചാനലും ഈ ക്ലാസ്സും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും പുതിയതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭ്യമാകാനായിട്ട് ബെൽ ഐക്കണും പ്രസ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന പലതരത്തിലെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടോപ്പിക്കിൻ്റെ പേര് മോഡ്സ് ഓർ ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അപ്പം നമുക്ക് സമയം വേസ്റ്റ് ആക്കാതെ നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ടോപ്പിക്കിൻ്റെ പേരാണ് മോഡ്സ് ഓർ ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അല്ലേ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എന്തുവാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലേ, എന്തുവായിരുന്നു അസെക്ഷൽ റീപ്രൊഡക്ഷൻ? വാട്ട് യു മീൻ ബൈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ? When an offspring is formed by a single parent with or without the formation of gametes, then that reproduction is called as asexual reproduction. അല്ലേ, ബീജങ്ങളെ ഉൽപ്പാദിപ്പിക്കാതെയോ അതല്ല ഉൽപ്പാദിപ്പിച്ചുകൊണ്ടോ ഒരു പേരൻറ്റിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായി വരികയാണെങ്കിൽ ആ റീപ്രൊഡക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അല്ലേ, പറഞ്ഞല്ലേ. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞിരുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് ഒരു പേരൻറ്റിൽ നിന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുന്നത് കൊണ്ട് ആ കുഞ്ഞുങ്ങളിൽ എന്ത് കാണില്ല എന്ന് പറഞ്ഞു? മാറ്റങ്ങൾ കാണില്ല. അല്ലേ, ആ കുഞ്ഞുങ്ങളെ നമ്മളൊരു പേര് വിളിച്ചിരുന്നു. ഏതായിരുന്നു? ക്ലോൺസ്. ഏത് പേര് വിളിച്ചിരുന്നു? ക്ലോൺസ്. അല്ലേ, അതായത് in asexual reproduction the offsprings are produced from a single parent, so the offsprings will not show any changes. That morphologically similar forms are called as clones. ഏത് പേര് വിളിക്കും? ക്ലോൺസ്. അല്ലേ, ക്ലോൺസിൻ്റെ പ്രത്യേകതകൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. എന്തൊക്കെയാണ് ക്ലോൺസിൻ്റെ പ്രത്യേകത? ഒന്ന്, ദേ ആർ ദ പ്രോഡക്റ്റ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കുഞ്ഞുങ്ങളാണ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങളാണ് ആരെന്ന് നമുക്ക് പറയാം? ക്ലോൺസ്. പിന്നെ ദേ ആർ മോർഫോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ഫോംസ് ടു ദ പേരൻസ്. അല്ലേ, എന്ന് പറഞ്ഞാൽ അവൻ്റെ അതായത് ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങൾ അവൻ്റെ ബാഹ്യ രൂപത്തിലും അതേപോലെ അവൻ്റെ ജനിതഘടനയിലും ആർക്ക് സിമിലർ ആയിരിക്കും? ദേ ആർ സിമിലർ ടു ദ പേരൻസ്. അവൻ ഏത് ചെടിയിൽ നിന്നാണോ ഉണ്ടായത് അതിന് സിമിലർ ആയിരിക്കും. അല്ലേ, പിന്നെ നമ്മൾ അതേപോലെ കുറേ കാര്യങ്ങൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ പോയിൻ്റായിട്ട് നമുക്ക് പറഞ്ഞിരുന്നു. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, ഞാൻ ഇനി അത് വീണ്ടും വിവരിക്കുന്നില്ല. പിന്നെ അതേപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആരുടെ പ്രത്യേകതയാണ്? ഇറ്റ് ഈസ് കോമൺലി സീൻ ഇൻ യൂണിസെല്ലുലാർ ഫോംസ് ഓർ സിംഗിൾ സെൽഡ് ഓർഗാനിസം. എന്തുവാ? ഏകകോശ ജീവജാലങ്ങൾ അല്ലെങ്കിൽ സിംഗിൾ സെൽഡ് ഓർഗാനിസത്തിലാണ് അത് കോമൺ ആയിട്ട് കാണുന്നത്. അതേപോലെ എവിടെയുണ്ട്? ആൻഡ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് വിത്ത് റിലേറ്റീവ്ലി സിമ്പിൾ ഓർഗനൈസേഷൻ. അല്ലേ, പ്ലാന്റ്സിലും അനിമൽസിലും കാണും. അഡ്വാൻസ്ഡ് ഫോംസിലല്ല, പ്രിമിറ്റീവ് ഫോംസ് ആയ വലിയ സങ്കീർണതയുള്ള ശരീരങ്ങളില്ലാത്ത താലസ് പോലത്തെ ശരീരങ്ങൾ കാണിക്കുന്ന ജീവജാലങ്ങൾ, താലോയിഡ് ഫോംസ് ആയിട്ടുള്ള മെമ്പേഴ്സിൽ, ആൽഗെ, ഫഞ്ചൈ പോലുള്ള മെമ്പേഴ്സിലൊക്കെ കോമൺ ആയിട്ട് നടക്കുന്ന പ്രത്യുൽപാദനമാണ് ഏതെന്ന് നമുക്ക് പറയാം? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അല്ലേ, ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, ഓർത്തു വെക്കുക. നമുക്കിവിടെ എടുക്കേണ്ട ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു ഏതാണ്? ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അല്ലേ, ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ വരാം? മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് വരാം. അല്ലേ, സൂക്ഷ്മജീവികൾ വരാം. അതേപോലെ ഏത് വരാം? പ്ലാന്റ്സും അനിമൽസും വരാം. മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള പ്ലാന്റ്സും അനിമൽസും ഒക്കെ വരാം. അതായത് നമ്മുടെ ജീവലോകത്ത് കാണുന്ന പലതരത്തിലെ ജീവജാലങ്ങളെയാണ് ഏതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളെയും കൂടാണ് നമ്മൾ ഏതെന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഓർഗാനിസംസ്. അല്ലേ, അവന്മാർ അവരുടെ അടുത്ത തലമുറയെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് അവരിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻസ് ഏതൊക്കെ, അല്ലെങ്കിൽ അതിനുവേണ്ടി അവൻ്റെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമ്മുടെ സിലബസ് പ്രകാരം ആസ് പെർ അവർ സിലബസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ലിമിറ്റഡ് ടോപ്പിക്സുകളെ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ. ഇഷ്ടം പോലെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സുകളും ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും ഉണ്ട് നമ്മുടെ ഈ ജീവലോകത്ത്.
പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ലിമിറ്റഡ് ആയിട്ട് ഒരു 7 എണ്ണമാണ് നമ്മുടെ സിലബസ് പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അതിലൊന്നാണ് സെൽ ഡിവിഷൻ, ദെൻ ഫിഷൻ, ദെൻ ബഡിങ്, ദെൻ ഫ്രാഗ്മെന്റേഷൻ, ദെൻ സൂസ്പോർസ്, ദെൻ കൊണീഡിയ ആൻഡ് ദ ലാസ്റ്റ് വൺ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അല്ലേ? അതായത് there are different types of asexual reproduction seen in different organisms. Among them some are, first one is cell division, second one is fission, third one budding, fourth one fragmentation, fifth one zoospore, sixth one conidia and the last one vegetative propagation. ഈ ടേമുകളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിചിതമായ ടേമുകളാണ് അല്ലേ? ഫസ്റ്റ് ഇയറിൽ പ്ലാൻ കിങ്ഡവും ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും അനിമൽ കിങ്ഡവും ഒക്കെ പഠിച്ചപ്പം അതിനകത്ത് നമ്മൾ കേട്ട് പരിചിതമായ ടേമുകളാണിത്. കുറേയൊക്കെ ടേംസുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാവുന്നതുമാണ്. അത് ഏതൊക്കെയാണെന്ന് കുറേ നമ്മൾ വിവരിച്ച് അതിൻ്റെ എക്സാമ്പിളുകളിലൂടെ അറിഞ്ഞിരിക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. മാത്സ് ഫോളോയിങ്ങിനും ഒക്കെ ചോദിക്കാറുണ്ട്. ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ വരാറുണ്ട്. നമ്മളത് പറഞ്ഞു പോകും. അന്നേരം അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു പോകാം. ഓക്കെ, നമ്മൾ പറഞ്ഞു നമുക്ക് പഠിക്കാൻ പലതരത്തിലെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്സുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊന്നാണ് ഏതെന്ന് പറയുന്നത് സെൽ ഡിവിഷൻ. ഏതാണ് സെൽ ഡിവിഷൻ? സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന പേരാണ് ഇത് കോശ വിഭജനം എന്ന് വിളിക്കും അല്ലേ? ഇറ്റ് ഈസ് എ കോമൺ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ സീൻ ഇൻ യൂണിസെല്ലാർ ഫോംസ് ലൈക്ക് പ്രോട്ടിസ് ആൻഡ് മൊണീറൻസ് അല്ലേ? അതായത് യൂണിസെല്ലാർ ഫോമായ ഏകകോശ ജീവജാലങ്ങളായ പ്രോട്ടിസ്റ്റ് അതേപോലെ മൊണീറൻസ് പോലുള്ള ഗ്രൂപ്പിൽ സെൽ ഡിവിഷൻ എന്ന് പറയുന്ന പ്രക്രിയ എന്തായിട്ട് മാറുന്നു? ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡായിട്ട് മാറുന്നു. മനസ്സിലാകുന്നേ? ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളെ പോലുള്ള മൾട്ടി സെല്ലാർ ഓർഗാനിസത്തിൻ്റെ കേസിൽ നമ്മുടെ ശരീരത്തിലെ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2ആയിട്ട് മാറിയാൽ അവിടെ നമ്മളെ പോലത്തെ ജീവിയുടെ എണ്ണം കൂടുമോ? ഇല്ലല്ലോ. അവിടെ നമ്മുടെ ശരീരത്തിനകത്തുള്ള സെല്ലുകളുടെ എണ്ണം കൂടും, പക്ഷേ ജീവജാലങ്ങളുടെ എണ്ണം കൂടുമോ? ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ഇൻ മൾട്ടി സെല്ലാർ ഫോംസ്. ഏതാണെന്നാ പറഞ്ഞേ? സെൽ ഡിവിഷൻ എന്ന് പറയുന്ന പ്രക്രിയ ബഹുകോശ ഘടനയുള്ള മൾട്ടി സെല്ലാർ ഫോംസിൻ്റെ കേസിൽ എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ റീപ്രൊഡക്റ്റീവ് മെത്തേഡ്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് യൂണിസെല്ലുലാർ ഫോംസ് ആയ പ്രോട്ടിസ്റ്റിലും മൊണീറൻസിലും അവൻ്റെ പേരൻറ് സെല്ല്, ദാറ്റ് മീൻസ് ദേ ആർ യൂണിസെല്ലാർ ഓർഗാനിസം, സോ ഇറ്റ്സ് ബോഡി കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ സെൽ വിച്ച് പെർഫോം ഓൾ ദി ആക്ടിവിറ്റീസ് ഓഫ് ദാറ്റ് ഓർഗാനിസം. അതായത് കിങ്ഡം മൊണീറയിലും പ്രോട്ടിസ്റ്റയിലും വരുന്ന ജീവജാലങ്ങൾ യൂണിസെല്ലുലാർ ഫോംസുകളാണ്. അതുകൊണ്ട് അവൻ്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആ ഒരു സിംഗിൾ സെല്ലാണ്. ആ ഒരു സിംഗിൾ സെല്ലാണ് അവൻ്റെ എല്ലാ ജീവൽ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ആ സിംഗിൾ സെല്ലായ അവൻ്റെ ആ പേരൻറ് സെല്ല് ഡിവൈഡ് ചെയ്താൽ, സെൽ ഡിവിഷൻ്റെ ഫലമായിട്ട് അവൻ ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകളായിട്ട് മാറിയാൽ അവിടെ പുതിയ 2 സെല്ലുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ സെല്ലുകളുടെ എണ്ണം കൂടുകയും ചെയ്യും. ആ പുതിയ 2 സെല്ല് എന്തായിട്ട് മാറുകയാണ്? ദ 2 സെൽ ആക്ട് ആസ് എ 2 ന്യൂ ഓർഗാനിസം. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ. മനസ്സിലായി? ഇൻ മൊണീറൻസ് ആൻഡ് ഇൻ പ്രോട്ടിസ്റ്റ് the parent cell divides into 2 new daughter cells or 2 new organisms. So in these organisms the cell division itself act as a mode of reproduction. Okay, അതായത് ഇങ്ങനത്തെ ജീവജാലങ്ങളിൽ സെൽ ഡിവിഷൻ തന്നെ എന്തായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്? ഇങ്ങനത്തെ ഏകകോശ ജീവജാലങ്ങളിൽ സെൽ ഡിവിഷൻ തന്നെ എന്തായിട്ട് മാറുന്നു? ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡായിട്ട് മാറും. ഓക്കെ, അടുത്ത അസെക്ഷൽ മെത്തേഡാണ് ഏതെന്ന് പറയുന്നത്? ഫിഷൻ. ഏതാണ് ഫിഷൻ? നമ്മുടെ തൊട്ടു മുമ്പ് പറഞ്ഞ സെൽ ഡിവിഷൻ പോലെ ഇതും ഫിഷൻ എന്ന് പറയുന്ന ഈ മെത്തേഡും ഏത് ജീവജാലങ്ങളുടെ പ്രത്യേകതയാണ്? ഇറ്റ് ഈസ് കോമൺ ഇൻ സിംഗിൾ സെൽഡ് ഓർഗാനിസം ഓർ യൂണിസെല്ലുലാർ ഫോംസ്. ഏകകോശ ജീവജാലങ്ങളുടെ അല്ലെങ്കിൽ ഒരു സെല്ല് മാത്രം അവൻ്റെ ശരീരമായിട്ടുള്ള ജീവജാലങ്ങളുടെ പ്രത്യേകതകളാണ് ഏതെന്ന് പറയുന്ന മെത്തേഡും ഫിഷനും. നമ്മുടെ സെൽ ഡിവിഷൻ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, അതിൽ യൂണിസെല്ലാർ ഫോംസ് വരുന്ന 2 കിങ്ഡത്തിലാണ് ഇത് കോമൺ ആയിട്ട് നടക്കാറുള്ളത്. അതിലൊന്നാണ് നമുക്കറിയാം ബാക്ടീരിയ ഒക്കെ വരുന്ന മൊണീറൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മൊണീറ എന്ന് പറയുന്ന കിങ്ഡം. അതിൽ വരുന്ന ആൾക്കാരാണ് ആരെന്ന് നമുക്കറിയാം? മൊണീറൻസ്. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് ആരെ പറഞ്ഞേക്കുന്നത്? ബാക്ടീരിയ. ദെൻ നെക്സ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ വരുന്ന ഒരു മെമ്പർ അല്ലെങ്കിൽ അതിൽ വരുന്ന മെമ്പേഴ്സുകളെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് പ്രോട്ടിസ്റ്റ്.
അതിന് എക്സാമ്പിൾ ആണ് അവര് അമീബ, പാരമീസിയം, യുഗ്ലിന. ദാറ്റ് മീൻസ് ഫിഷൻ കാണിക്കുന്ന യൂണിസെല്ലുലാർ ഫോംസുകൾക്ക് എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ബാക്ടീരിയ, അമീബ, പാരമീസിയം, യുഗ്ലിന ആൻഡ് സോ ഓൺ. ഫിഷൻ എന്ന് പറഞ്ഞാൽ പേരന്റ് സെൽ, ഒരു പേരന്റ് സെൽ സ്പ്ലിറ്റ്സ് അപ്പ് ഇൻറ്റു 2 or many daughter cells. അതായത് ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു സിംഗിൾ സെൽ അല്ലെങ്കിൽ ഒരു ഓർഗാനിസം, അവൻ്റെ ശരീരം, ആ സിംഗിൾ സെല്ലായിട്ടുള്ള അവൻ്റെ ശരീരം എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കുഞ്ഞുങ്ങളായിട്ട് മാറുകയാണെങ്കിൽ ആ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ഫിഷൻ. എക്സാമിന് ഫിഷൻ എന്തുവാന്ന് ചോദിക്കില്ല, പക്ഷെ അത് ഓർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ ഇരിക്കുന്ന ഇപ്പം നമ്മൾ പറഞ്ഞ പേരന്റ് സെൽ സ്പ്ലിറ്റ്സ് അപ്പ് ഇൻറ്റു 2 or many daughter cells, then that type of asexual reproduction is called as fission. ഏത് പേര് വിളിക്കും? ഫിഷൻ. ഇപ്പം ഈ പറഞ്ഞ ഫിഷനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വെച്ചിട്ട്, ഉണ്ടാകുന്ന ഡോട്ടർ സെൽസിന്റെ എണ്ണം വെച്ചിട്ട് വി ക്ലാസിഫൈഡ് ദ ഫിഷൻ ഇൻറ്റു 2 types. എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു? 2 ആയിട്ട്. അതിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് ബൈനറി ഫിഷൻ. ഫസ്റ്റ് വൺ ഈസ് ബൈനറി ഫിഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മൾട്ടിപ്പിൾ ഫിഷൻ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ബൈനറി ഫിഷനും രണ്ടാമത്തെ ഏതാന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഫിഷൻ. ഓക്കെ, ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പേരന്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് 2 ഡോട്ടർ സെൽസ് ആണ്, പുതിയതായിട്ട് 2 ഡോട്ടർ സെൽസ് അല്ലെങ്കിൽ പുതിയതായിട്ട് 2 ഓർഗാനിസംസ് ആണ് അവിടെ ഉണ്ടാകുന്നെങ്കിൽ വി കോൾ ദാറ്റ് ഫിഷൻ ആസ് ബൈനറി ഫിഷൻ. ഏത് പേര് വിളിക്കും? ബൈനറി ഫിഷൻ. ഓക്കെ, അതിന് എക്സാമ്പിൾസുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ജീവജാലങ്ങളും. മൊണീറയിൽ വരുന്ന ബാക്ടീരിയ, അതേപോലെ തന്നെ അമീബ, അതേപോലെ തന്നെ പാരമീസിയം. അമീബയ്ക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അമീബ ബൈനറി ഫിഷൻ നടത്തുന്നത് അവന് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യമുള്ളപ്പോഴാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഡിവൈഡ്സ് ത്രൂ ബൈനറി ഫിഷൻ അണ്ടർ ഫേവറബിൾ കണ്ടീഷൻ. ഓക്കെ, അവന് ജീവിക്കാൻ അനുകൂലമായ സാഹചര്യം, അവൻ്റെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ഏതൊക്കെയാണോ ആ സാഹചര്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ലഭ്യമാകുന്ന സമയത്താണ് അവൻ ഏത് റീപ്രൊഡക്ഷൻ നടത്തുക? ബൈനറി ഫിഷൻ. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം, അത് നമുക്ക് ആവശ്യമുള്ളതാണ്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. അപ്പം ബൈനറി ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? ഇഫ് എ പേരന്റ് സെൽ, ഒരു മാതൃ കോശം അല്ലെങ്കിൽ ഒരു മാതൃ ജീവി അല്ലെ, ഒരു പേരന്റ് ഓർഗാനിസം എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ്സ്, മുറിയുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് എത്ര കുഞ്ഞുങ്ങളാകുന്നു? 2 ഓർഗാനിസംസ് അല്ലെങ്കിൽ 2 ഡോട്ടർ സെൽസ് അല്ലെങ്കിൽ 2 ന്യൂ ഓർഗാനിസംസ് ആയിട്ട് മാറിയാൽ ആ ഡിവിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് ബൈനറി ഫിഷൻ. ഏത് പേര് വിളിക്കും? ബൈനറി ഫിഷൻ. ക്ലിയർ? മനസ്സിലായല്ലോ? അതിന് എക്സാമ്പിൾസ് ആണ് നമ്മൾ നേരത്തെ ഫിഷന് പറഞ്ഞ അതേ എക്സാമ്പിൾസുകളെല്ലാം ഇവിടെ വരും. ഏതാണ്? ബാക്ടീരിയ, മൊണീറയിൽ വരുന്ന ബാക്ടീരിയ, ദെൻ അമീബ, അത് ഏത് സീസണിലാണ്? ഡ്യൂറിങ് ഫേവറബിൾ സീസൺ, ആൻഡ് ദെൻ പാരമീസിയം, യുഗ്ലീന ആൻഡ് സോ ഓൺ. അതിൽ ഏത് ഈ ഗ്രൂപ്പിൽ പെടുന്ന മൊണീറയിൽ പ്രോട്ടിസ്റ്റയിൽ വരുന്ന മെമ്പേഴ്സും എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ഏതെന്ന് പറഞ്ഞേ മൾട്ടിപ്പിൾ ഫിഷൻ. പേരിൽ തന്നെ ഉണ്ട് മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുമ്പോൾ തന്നെ പേരിൽ തന്നെ കിടപ്പുണ്ട്. ഏതാണ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ മെനി എന്നാണ് അല്ലേ? അപ്പം ഒരു പേരന്റ് സെല്ല് അല്ലെങ്കിൽ ഒരു പേരന്റ് ഓർഗാനിസത്തിൽ നിന്ന് ഒത്തിരിയും സെല്ലുകളെ അവൻ ഡിവൈഡ് ചെയ്ത് ഒത്തിരിയും സെല്ലുകളെ അല്ലെങ്കിൽ ഒത്തിരിയും പുതിയ ഓർഗാനിസത്തിനെ തരികയാണെങ്കിൽ ആ ഫിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് മൾട്ടിപ്പിൾ ഫിഷൻ. ദാറ്റ് മീൻസ് ഇഫ് എ പേരന്റ് സെൽ സ്പ്ലിറ്റ്സ് അപ്പ് ഇൻറ്റു മെനി ഡോട്ടർ സെൽസ് ഓർ മെനി ഡോട്ടർ ഓർഗാനിസം, then that fission is called as multiple fission. ഏത് പേര് വിളിക്കും? മൾട്ടിപ്പിൾ ഫിഷൻ. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ ബൈനറി ഫിഷനിൽ പഠിച്ച അതേ എക്സാമ്പിളായ അമീബ ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ ബൈനറി ഫിഷൻ അവൻ നടത്തുന്നത് ഫേവറബിൾ സീസണിലാണെങ്കിൽ അമീബ മൾട്ടിപ്പിൾ ഫിഷൻ നടത്തുന്നത് ഏത് സീസണിലാണ്? അൺഫേവറബിൾ സീസണിലാണ്. ഏത് സീസണിലാണ്? അൺഫേവറബിൾ സീസണിലാണ് അമീബ ഏത് ഡിവിഷൻ നടത്തുന്നത്? മൾട്ടിപ്പിൾ ഫിഷൻ എന്ന് പറയുന്ന സെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ മറ്റൊരു എക്സാമ്പിളൂടെ പ്ലാസ്മോഡിയം, അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മലേറിയൽ പാരസൈറ്റ്. നമ്മൾ കഴിഞ്ഞ വർഷം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം പ്രോട്ടിസ്റ്റയിലെ ലാസ്റ്റ് ഗ്രൂപ്പായിട്ട് ഒരു പ്രോട്ടോസോവൻ പഠിച്ചിരുന്നു. ആ പ്രോട്ടോസോവനിൽ വരുന്ന ഒരു മെമ്പറാണ് ആരെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പാണ് ആരെന്ന് പറയുന്നത്? സ്പോറോസോവൻസ്. അതിൽ നമ്മൾ പഠിച്ച ഒരു എക്സാമ്പിളാണ് ഏതെന്ന് പറയുന്നത്? പ്ലാസ്മോഡിയം. ഹ്യൂമൻ ബീയിങ്സിന് മലേറിയൽ ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു പാരസൈറ്റ് ആണ് ആരെന്ന് പറയുന്നത്? പ്ലാസ്മോഡിയം. സോ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് മലേറിയൽ പാരസൈറ്റ്. അതിനെ നമ്മൾ ഏത് പേരും വിളിക്കുന്ന പറഞ്ഞാൽ മലേറിയൽ പാരസൈറ്റ്. ഇത് നമ്മൾ സെക്കൻഡ് ഇയറിൽ ഇതിവിടെ എക്സാമ്പിളായിട്ട് പറയാൻ കാരണം സെക്കൻഡ് ഇയറിൽ സുവോളജിയിൽ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നമ്മൾ മലേറിയയെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ പറഞ്ഞു പോകുന്നുണ്ട്.
അപ്പം അങ്ങനെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അവിടെ പഠിക്കുന്ന പ്ലാസ്മോഡിയം നമുക്കറിയാവുന്നതാണ്, ഇറ്റ് ഈസ് എ ഡൈജന്റിക് പാരസൈറ്റ്. അതായത് 2 ജീവിയിൽ കൂടാണ് അവൻ്റെ ജീവിതചക്രം പൂർത്തീകരിക്കുന്നത്. ഒന്ന് നമ്മൾ ഹ്യൂമൻ ബീങ്സ്, മറ്റൊന്ന് ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ, നമ്മളെ ബ്ലഡ് സക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ കുത്തുന്ന ഏതാണ് പെൺകൊതുകാണ് അവൻ്റെ അടുത്തൊരു ഹോസ്റ്റ്. അതിൽ പെൺകൊതുകിൽ നടക്കുന്ന ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോയിൽ നടക്കുന്ന ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ ആ ഭാഗം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഫേസാണ്. അതേസമയം നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് പ്ലാസ്മോഡിയത്തിൻ്റെ അസെക്ഷൽ ഫേസുമാണ്. അതിന് അവൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? മൾട്ടിപ്പിൾ ഫിഷനാണ്. ഓക്കെ, അത് അവിടെ ഫേവറബിൾ അൺഫേവറബിൾ എന്നൊന്നുമില്ല. പ്ലാസ്മോഡിയം നടത്തുന്ന നോർമൽ അസെക്ഷൽ മെത്തേഡ് ഏതാണ്? മൾട്ടിപ്പിൾ ഫിഷനാണ്. അത് ആരിലാണെന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിൽ. അതൊന്ന് ലിവർ സെൽസിലും പിന്നെ അതേപോലെ തന്നെ RBCയിലുമാണ്. മനസ്സിലാണേ? അപ്പം നോക്കി വെച്ചോളൂ. അപ്പം മൾട്ടിപ്പിൾ ഫിഷൻ ചെറിയൊരു ധാരണ കിട്ടിക്കാണും. അതിൽ നമ്മുടെ ടെക്സ്റ്റിൽ 6ാമത്തെ പേജിൽ, അതായത് കുറേ ഡയഗ്രാംസ് ഒക്കെ തന്നേക്കുന്നത് അതിൻ്റെ ഫസ്റ്റ് പുതിയ ടെക്സ്റ്റിനകത്താണ് ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യം. അതിൽ ഫസ്റ്റ് പാരഗ്രാഫിനോടൊപ്പം ബൈനറി ഫിഷനോ ഒപ്പം ആരുടെ കാര്യം കൂടെ പറയുന്നുണ്ട്? മൾട്ടിപ്പിൾ ഫിഷൻ. അതും ആരുടെ? അമീബയുടെ മൾട്ടിപ്പിൾ ഫിഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതേസമയം പഴയ ടെക്സ്റ്റ് ആണെങ്കിൽ, അതായത് ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം മുമ്പുള്ള ഒരു ടെക്സ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം ടെക്സ്റ്റിൻ്റെ ബാക്കിൽ സപ്ലിമെൻ്ററി മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു അഡീഷണൽ കുറച്ച് ടോപ്പിക്സ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ചാപ്റ്ററിൻ്റെ കണ്ടന്റ് വരുന്നിടത്ത്, അതായത് ആ സപ്ലിമെൻ്ററി മെറ്റീരിയൽ ഏറ്റവും ലാസ്റ്റ് ആണ്, അതിൽ ഒരു ടോപ്പിക്കായിട്ട് മൾട്ടിപ്പിൾ ഫിഷൻ ഇൻ അമീബ പറയുന്നുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടോപ്പിക്കായിട്ട് പറയാനുണ്ട്. അതിപ്പോൾ നമ്മൾ ഇതിനൊപ്പം നമ്മൾ അതുകൂടെ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പം ഫിഷൻ ഏതൊക്കെയാണെന്നുള്ള കാര്യം പറഞ്ഞ പിടിയിട്ടില്ല. ഒന്ന് ബൈനറി ഫിഷനും മൾട്ടിപ്പിൾ ഫിഷൻ. ബൈനറി ആകുമ്പം 2 ഡോട്ടർ സെൽസ്, മൾട്ടിപ്പിൾ ഫിഷൻ ആകുമ്പോൾ മെനി ഡോട്ടർ സെൽസ്. അതിൽ നമ്മുടെ ടെക്സ്റ്റിൽ ബൈനറി ഫിഷൻ എക്സാമ്പിളായിട്ട് പറഞ്ഞേക്കുന്നത് അമീബ ഡ്യൂറിങ് ഫേവറബിൾ സീസൺ, ദെൻ പാരമീസിയം. ഓക്കെ, വൈൽ ഇൻ മൾട്ടിപ്പിൾ ഫിഷൻ നമ്മുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് അമീബയാണ്. മെയിനായിട്ട് നമ്മുടെ ഈ ടോപ്പിക്കിനകത്ത് അമീബയാണ്. അത് ഏത് സമയത്താണ്? അൺഫേവറബിൾ. ഓക്കെ, നമ്മുടെ ടോപ്പിക്കാണ് ഇത് മൾട്ടിപ്പിൾ ഫിഷൻ ഇൻ അമീബ അല്ലേ? അതിൽ മൾട്ടിപ്പിൾ ഫിഷൻ എന്തുവാന്ന് നമുക്കറിയാം. അതായത് ഒരു പേരൻസ് സെല്ലിൽ നിന്ന് കുറേ കുഞ്ഞുങ്ങളുണ്ടാകുന്ന ആ പ്രക്രിയയാണ് നമ്മൾ ഏത് പേര് വിളിക്കും? മൾട്ടിപ്പിൾ ഫിഷൻ. അതിന് നമ്മുടെ സിലബസിൽ നമ്മുടെ ടെക്സ്റ്റിൽ NCERT അല്ലെങ്കിൽ SCERT ടെക്സ്റ്റിൽ എക്സാമ്പിളായിട്ട് കൊടുത്തേക്കുന്ന അമീബയുടെ കാര്യമാണ്. അമീബ നമ്മൾ പറഞ്ഞു ബൈനറി ഫിഷനും എക്സാമ്പിളാണ്, മൾട്ടിപ്പിൾ ഫിഷനും എക്സാമ്പിളാണ്. ബൈനറി ഫിഷൻ അവൻ പെർഫോം ചെയ്യുന്ന ഏത് സീസണിലാണ്? അവന് ജീവിക്കാൻ അനുകൂലമായ ഫേവറബിൾ സീസണിൽ. എന്നാൽ മൾട്ടിപ്പിൾ ഫിഷൻ അവൻ ചെയ്യുന്നത് ഏത് സീസണിലാണ്? അവന് ജീവിക്കാൻ പറ്റാത്ത പ്രതികൂല സാഹചര്യമായ അൺഫേവറബിൾ സീസണിലാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, അതായത് പുതിയ നമ്മുടെ റീസെൻ്റായിട്ട് പബ്ലിഷ് ചെയ്ത NCERT ടെക്സ്റ്റ് അല്ലെങ്കിൽ SCERT ടെക്സ്റ്റിനകത്ത് 6ാമത്തെ പേജിൽ ബൈനറി ഫിഷൻ ഒപ്പം പറഞ്ഞു പോകുന്നുണ്ട്. പഴയ ടെക്സ്റ്റിലാണെങ്കിൽ ബാക്കിലുള്ള സപ്ലിമെൻ്ററി മെറ്റീരിയൽസിനകത്ത് ഈ ചാപ്റ്ററിൻ്റെ കണ്ടൻ്റായിട്ട് അവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം മൾട്ടിപ്പിൾ ഫിഷനെ സംബന്ധിച്ചിടത്തോളം അമീബയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത്, അതായത് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ അവന് നോർമൽ ജീവിത ശൈലിയിൽ ജീവിച്ചു പോകാൻ ആ ഒരു സാഹചര്യത്തിൽ അവന് പറ്റുന്നില്ല. അപ്പം അങ്ങനത്തെ കേസിൽ അവന് എത്ര നാൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം തുടരുമെന്ന് അവന് പറയാൻ പറ്റാത്തതുണ്ട്, അല്ലെങ്കിൽ അവൻ അറിയാൻ പറ്റാത്തതുണ്ട്. അത് ചുറ്റുപാടിനെ അനുസരിച്ചിരിക്കും. അപ്പം അന്നേരം അവൻ ചെയ്യുന്നത്, അവൻ അത്യാവശ്യമില്ലാത്ത ജീവൽ പ്രവർത്തനങ്ങളെല്ലാം താൽക്കാലികമായിട്ട് അവൻ എന്ത് ചെയ്യും? വേണ്ടാന്ന് വെക്കും. കാരണം ഊർജം വെറുതെ കളയണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവൻ അത്യാവശ്യമില്ലാത്ത താൽക്കാലികമായിട്ടുള്ള ആ പ്രവർത്തനങ്ങളൊക്കെ അവൻ എന്ത് ചെയ്യുന്നു? വേണ്ടാന്ന് വെക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ചലിക്കുക എന്നുള്ളത്. അപ്പം നമുക്കറിയാം അമീബ ചലിക്കാനായിട്ട് അവൻ്റെ ശരീരത്തിൽ നിന്ന് ചെറിയ പ്രൊജക്ഷൻസുകൾ ഉണ്ടാവും. ആ പ്രൊജക്ഷൻസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്യൂഡോപോഡിയ, ഫാൾസ് ഫൂട്ട് എന്നൊക്കെ വിളിക്കും. അങ്ങനെ സൈറ്റോപ്ലാസം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ആ സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻ ഒന്നും എപ്പോൾ കാണില്ല. അവന് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? അതൊക്കെ അങ്ങ് ഉള്ളിലോട്ടാക്കും. അപ്പോൾ അവിടെ എന്തില്ല? സ്യൂഡോപോഡിയ പോലത്തെ കപടപാദം അവിടെ കാണില്ല. മനസ്സിലായി? എന്നിട്ട് അവന് ഏകദേശം ഈ ഒരു ഷേപ്പിലായിരിക്കും കാണപ്പെടുക. പിടികിട്ടുന്നത്? അതുകൂടാതെ പ്രത്യുൽപാദനമൊക്കെ അവൻ എന്ത് ചെയ്യും? താൽക്കാലികമായിട്ട് അന്നേരം നിർത്തിവെക്കും. ഏത് സീസണിൽ? അൺഫേവറബിൾ സീസൺ. അപ്പോൾ മൂവ്മെൻ്റ് ഇല്ല, റീപ്രൊഡക്ഷൻ, ബൈനറി ഫിഷൻ പോലുള്ള റീപ്രൊഡക്ഷൻ ഇല്ല. അപ്പോൾ അത്ര അത്യാവശ്യമില്ലാത്ത അവന് ജീവൻ നിലനിർത്താനുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രം അവനിൽ നടക്കും. അതിനുള്ള എനർജി മാത്രം അവൻ കൺസ്യൂം ചെയ്യും. ബാക്കിയുള്ള എനർജി പ്രിസർവ് ചെയ്ത് വെക്കും. എന്തിന്? എത്ര നാൾ ഈ അൺഫേവറബിൾ സീസൺ തുടരുന്നോ ആ ടൈം വരെ അവൻ അങ്ങനെ ഇരിക്കാൻ വേണ്ടി, ജീവനോടുകൂടി ഇരിക്കാൻ വേണ്ടി. മനസ്സിലായി? എന്നിട്ട് അവൻ ചെയ്യുന്നത്, ഈ അമീബയുടെ ഏറ്റവും പുറമേ കാണുന്ന കവറിങ് പ്ലാസ്മ മെംബ്രെയിൻ ആണ്, അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ ആണ്. അതിൻ്റെ ചുറ്റും കട്ടി കൂടിയ ട്രിപ്പിൾ ലെയർഡ് ആയിട്ടുള്ള 3 പാളിയുള്ള ഒരു കവറിങ് അതിൻ്റെ ചുറ്റും അവൻ സെക്രീറ്റ് ചെയ്യും. ഏത് സീസണിൽ? അറ്റ് ദ ടൈം ഓഫ് അൺഫേവറബിൾ സീസൺ
ഇറ്റ് വിൽ വിഡ്രോസ് ഇറ്റ്സ് സ്യൂഡോപോഡിയ ഒക്കെ വിഡ്രോ ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യുന്നു, ഇറ്റ് വിൽ സെക്രീറ്റ്, അതിൻ്റെ ചുറ്റും ആരെ സെക്രീറ്റ് ചെയ്യുന്നു, ട്രിപ്പിൾ ലെയർഡ് ഒരു കവറിങ് അവൻ സെക്രീറ്റ് ചെയ്യുന്നു, ഹാർഡ് കവറിങ്. വി കോൾ ദാറ്റ് സ്ട്രക്ചർ ആസ് സിസ്റ്റ്. ആ ഹാർഡ് കവറിങ്, ആ തിക്ക് വാൾഡ് സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ആ തിക്ക് വാൾഡ് കവറിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേര് ഏതാണ്, സിസ്റ്റ്. ഏത് പേര് വിളിക്കും, സിസ്റ്റ്. അങ്ങനെ ജീവിക്കാൻ പറ്റാത്ത ആ പ്രതികൂല സാഹചര്യത്തിൽ ഇങ്ങനെ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഈ സിസ്റ്റായിട്ടിരിക്കുന്ന ആ പ്രക്രിയ നമ്മൾ വിളിക്കുന്നവരാണ്, ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് എൻസിസ്റ്റേഷൻ. ഏത് പേര് വിളിക്കും, എൻസിസ്റ്റേഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തുവാന്ന് നമ്മൾ പറയും, അമീബയ്ക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്ന സമയത്ത് അവന് അത്യാവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളെല്ലാം ഒഴിവാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചലനമൊക്കെ അവൻ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. എന്നിട്ട് ബൈനറി ഫിഷൻ പോലുള്ള പ്രത്യുൽപാദനം ഒഴിവാക്കുന്നു. എന്നിട്ട് അവൻ എന്ത് ചെയ്യും, ആ സ്യൂഡോപോഡിയൊക്കെ ഇല്ലാതാക്കിയിട്ട് അവൻ്റെ ശരീരത്തിന് ചുറ്റും, അതായത് ഏറ്റവും പുറമേ കാണുന്ന കവറിങ് ആയ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിന് ചുറ്റും 3 ലെയറുള്ള കട്ടി കൂടിയ ഒരു കവറിങ് അവൻ അങ്ങ് സെക്രീറ്റ് ചെയ്യുന്നു. A triple layered hard covering is secreted around the normal plasma membrane or cell membrane. ആ കവറിങ്ങിനെ നമ്മൾ വിളിച്ച പേരാണ് ഇത് സിസ്റ്റ്. ഈ സിസ്റ്റിന് ജീവിക്കാൻ പറ്റാത്ത ആ പ്രതികൂല സാഹചര്യത്തിനെ അതിജീവിക്കാൻ പറ്റും. ഹൈ ടെമ്പറേച്ചറിനെയും അതിനെയൊക്കെ അതിജീവിക്കാൻ ആർക്ക് കഴിവുണ്ട്, സിസ്റ്റിന്, അല്ലേ? അങ്ങനെ ആ സിസ്റ്റായിട്ടിരിക്കുന്ന ആ ഇനാക്റ്റീവ് സ്റ്റേജ് ആയ അൺഫേവറബിൾ സീസണിൽ ഈ സിസ്റ്റ് ഫോമിലിരിക്കുന്ന ആ അവസ്ഥയെ നമ്മൾ വിളിക്കുന്നവരാണ്, അല്ലെങ്കിൽ ആ മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇത് എൻസിസ്റ്റേഷൻ. ഏത് പേര് വിളിക്കും, എൻസിസ്റ്റേഷൻ. ഓക്കെ. എന്നാൽ അതേപോലെ തന്നെ ഇവന് കുറേ നാളുകൾ കഴിയുമ്പോൾ, ഇപ്പം ആ ജീവിക്കാൻ പറ്റാത്ത പ്രതികൂല സാഹചര്യം എന്തെങ്കിലും കാരണവശാൽ മാറുന്ന സമയത്ത്, മനസ്സിലായി, എപ്പോഴാണോ അവന് ജീവിക്കാൻ അനുകൂലമായ ഫേവറബിൾ സീസൺ തിരിച്ചു വരുന്നത്, ഓൺ ദ റിട്ടേൺ ഓഫ് ഫേവറബിൾ സീസൺ, ദെൻ ദ യൂണിസെല്ലുലാർ അമീബ, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഇവൻ്റെ ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ന്യൂക്ലിയസ് നിന്ന് ഡിവൈഡ് ചെയ്ത് കുറേ കുഞ്ഞു ബിറ്റുകളായിട്ട് മാറും. ഓരോരോ, അതായത് മൾട്ടി ന്യൂക്ലിയേറ്റ് ആയിട്ട് മാറുകയും ഓരോ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്ത് കുറച്ച് സൈറ്റോപ്ലാസവും എന്നിട്ട് അതിനെ ചുറ്റിക്കൊണ്ട് ഒരു പ്ലാസ്മ മെംബ്രെയിനും ഒക്കെ വന്നിട്ട് ചെറിയ അമീബ പോലെ അല്ലെങ്കിൽ യൂണിന്യൂക്ലിയേറ്റ് ബിറ്റുകളായിട്ട് ഇതിനകത്ത് ഇങ്ങനെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. മനസ്സിലായി? ആ വസ്തുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, നമുക്ക് വേണമെങ്കിൽ യങ് അമീബ എന്ന് വിളിക്കാം, കുഞ്ഞ് അമീബകൾ എന്ന് വിളിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റ് വോളും അതിൻ്റെ പ്ലാസ്മ മെംബ്രെയിനും എല്ലാം കൂടെ കവർ ചെയ്ത് അതിനുള്ളിൽ ഇവൻ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ടാൽ ഒരു സ്പൊറാഞ്ചിയത്തിനുള്ളിൽ സ്പോർ ഇരിക്കുന്ന പോലെ തോന്നും. സ്പോർ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ വി കോൾ ദാറ്റ് സ്ട്രക്ചർ ആസ് സ്യൂഡോപോഡിയോസ്പോർസ്. ആ സ്പോർ ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ ഏത് പേരും വിളിച്ചു, സ്യൂഡോപോഡിയോസ്പോർസ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് യങ് അമീബ എന്നും വിളിക്കാം. മനസ്സിലാണേ? ഇത് എന്ത് ചെയ്യുന്നു, ഫേവറബിൾ സീസൺ വരുന്ന സമയത്ത് ഇവന്മാർ അതിനകത്ത് ഇരുന്ന് വളർന്ന് പ്രഷർ കൂടിയിട്ട് ഇതെന്ത് ചെയ്യുന്നു, സിസ്റ്റ് വോൾ ബ്രേക്ക് ചെയ്യുന്നു, പ്ലാസ്മ മെംബ്രെയിൻ ബ്രേക്ക് ചെയ്തിട്ട് ഇവന്മാരെല്ലാം പുറത്തു വരുന്നു. മനസ്സിലായി? അങ്ങനെ ഒരു അമീബയിൽ നിന്ന് അവൻ എന്തായിട്ട് മാറും, കുറേ അമീബകളായിട്ടാണ് ഈ പുറത്തു വരുന്നത്, അല്ലേ? അങ്ങനെ ഈ സ്പോർ ലൈക്ക് സ്ട്രക്ചറായിട്ട് നമ്മൾ ഈ കാണുന്ന ഏത് സീസണിലാണ് അവന് ജീവിക്കാൻ പറ്റുന്ന കാലാവസ്ഥ തിരിച്ചു വരുമ്പോൾ, ഓൺ ദ റിട്ടേൺ ഓഫ് ഫേവറബിൾ സീസൺ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ന്യൂമറസ് സ്പോർ ലൈക്ക് സ്ട്രക്ചർ ഇൻസൈഡ് ദ സിസ്റ്റ് വോൾ. We call that spore-like structures as pseudopodiospores. ഏത് പേരാ വിളിച്ചത്, pseudopodiospores. ഓക്കെ. അങ്ങനെ ആ pseudopodiosporesനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഫേവറബിൾ സീസണിൽ അവൻ കാണിക്കുന്ന ആ മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സ്പോറുലേഷൻ. ഏത് പേര് വിളിക്കും, സ്പോറുലേഷൻ. മനസ്സിലാണ്? അപ്പം അൺഫേവറബിൾ സീസണിൽ സിസ്റ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയെ എൻസിസ്റ്റേഷൻ എന്നും, ഫേവറബിൾ സീസണിൽ ആ സിസ്റ്റ് ആ സിസ്റ്റിനുള്ളിൽ ഇരിക്കുന്ന ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തുണ്ടാകുന്ന ഈ യൂണിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഈ സ്പോർ ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ ഏത് പേര് വിളിച്ചു, സ്യൂഡോപോഡിയോസ്പോർസ് എന്ന് വിളിച്ചു. ആ മെക്കാനിസത്തിന്, അങ്ങനത്തെ സ്യൂഡോപോഡിയോസ്പോർസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ മെക്കാനിസത്തിന് അല്ലെങ്കിൽ ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സ്പോറുലേഷൻ. ഏത് പേര് വിളിക്കും, സ്പോറുലേഷൻ. അൺഫേവറബിൾ സീസണിൽ എൻസിസ്റ്റേഷൻ, ഓൺ ദി ഫേവറബിൾ സീസൺ ദ ഫിനോമിന occurs is sporulation. ഏത് പേര് വിളിക്കുന്നതാണ്, സ്പോറുലേഷൻ. ക്ലിയർ ആണല്ലോ കാര്യം പറഞ്ഞ്? അപ്പോൾ ഓർത്ത് വെച്ചോണം, അങ്ങനെ ഒരു അമീബയിൽ നിന്ന് കുറേ അമീബകൾ ഉണ്ടാകുന്നുണ്ട്, കുഞ്ഞു കുറേ അമീബകൾ ഉണ്ടാകുന്നതുകൊണ്ടാണ് അതിനെ നമ്മൾ ഏത് പേര് വിളിച്ചത്, മൾട്ടിപ്പിൾ ഫിഷൻ. ഓക്കെ. എല്ലാവർക്കും എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോയുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.